ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് അപ്പുറം. ജഗദീഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദുലക്ഷ്മി രചനയും സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ മൂവിയാണ് അപ്പുറം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ് ഡ്രാക്കുള എ ലവ് ടെയിൽ. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിനെ ആസ്പദമാക്കി ലൂക്ക് ബെസൻ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹൊറർ റൊമാൻറ്റിക് ഫാന്റസി ചിത്രമാണ് ഡ്രാക്കുള എ ലവ് ടെയിൽ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് റേട്ടത്തല. അരുൺ വിജയെ കേന്ദ്ര കഥാപാത്രമാക്കി ക്രിസ് തിരുമുരുകൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് റേട്ടത്തല. ജനുവരി 21 മുതൽ ആമസോൺ പ്രൈം വീഡിയോസ്, ടെന്റ് കോട്ട, ഷോർട്ട് ഫ്ലിക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ വഴി ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് വെബ് സീരീസാണ് വരം. ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഡ്രാമ സീരീസാണ് വരം. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ മാസം ലാസ്റ്റ് വീക്കോടെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദി റെക്കിംഗ് ക്രൂ. ജോനാഥൻ ട്രോപ്പർ തിരക്കഥയെഴുതി സംവിധാനം ചെയ്തൊരു അമേരിക്കൻ ആക്ഷൻ കോമഡി ചിത്രമാണ് ദി റെക്കിംഗ് ക്രൂ. ജനുവരി 28 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ജോസ് കോളേജ് റോഡ് ട്രിപ്പ്. ടൈലർ പെറി എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഒരു അമേരിക്കൻ റോഡ് കോമഡി ചിത്രമാണ് ജോസ് കോളേജ് റോഡ് ട്രിപ്പ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് സർവമായ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ രചനയും സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സർവമായ. ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ എന്നിവരും ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു സീരീസാണ് കോൺഫ്ലിക്റ്റ്. 6 ഭാഗങ്ങളുള്ള ഒരു ത്രില്ലർ സീരീസാണ് കോൺഫ്ലിക്റ്റ്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ജനുവരി 23 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി കളങ്കാവൽ. മമ്മൂട്ടിയെയും വിനായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. കുപ്രസിദ്ധമായ സൈനൈഡ് മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സോണി ലിവിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ബബ്ബ ഭയം ഭക്തി ബഹുമാനം. ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ കോമഡി മൂവിയാണ് ബബ്ബ ഭയം ഭക്തി ബഹുമാനം. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് സിനിമ നേടിയത്. ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കൂടാതെ മോഹൻലാലിന്റെ മാസ് അതിഥിവേഷം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം ഡ്രാമ സീരീസാണ് കേരള ക്രൈം ഫയൽ സീസൺ 3. അജു വർഗീസ്, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഹമ്മദ് കബീർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ഡ്രാമ സീരീസാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 3. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു വെബ് സീരീസാണ് കാലിപ്പൊട്ക. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സീരീസാണ് കാലിപ്പൊട്ക. ശ്രുതി ദാസ്, സ്വാസ്തിക മുഖർജി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജനുവരി 23 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു കന്നഡ മൂവിയാണ് 45. ഒരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് 45. സംഗീത സംവിധായകൻ അർജുൻ ജന്യ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് 45. ശിവ രാജ്കുമാർ, ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 22 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഹിന്ദി മൂവിയാണ് ഇക്കീസ്. അഗസ്ത്യ നന്ദ, സിമർ ഭാട്ടിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഇക്കീസ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 12 26 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഹിന്ദി മൂവിയാണ് തേരെ ഇഷ്ക് മേം. ധനുഷ്, കൃതി സനോൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് തേരെ ഇഷ്ക് മേം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 23 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ജനുവരി മാസം സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് മാർക്ക്. വിജയ് കാർത്തികേയ രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മാർക്ക്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി 23 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.
അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് രാജാ സാബ്. പ്രഭാസ്, മാളവിക മോഹനൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരുതി രചന സംവിധാനം നിർവഹിച്ചൊരു ഹൊറർ കോമഡി മൂവിയാണ് രാജാ സാബ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 20 മാർച്ച് 6 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു തമിഴ് മൂവിയാണ് പരാശക്തി. ശിവകാർത്തികേയൻ, രവി മോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്ങർ സംവിധാനം ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പരാശക്തി. 52 കോടി രൂപയ്ക്ക് C5 ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഫെബ്രുവരി മാസം 2nd അല്ലെങ്കിൽ 3rd വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതൊരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു അമേരിക്കൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ചലച്ചിത്ര പരമ്പരയിലെ 3ാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസും ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ശംബാല. പ്രേക്ഷകരിൽ നിന്നും മികച്ച റിപ്പോർട്ടുകൾ ലഭിച്ചൊരു തെലുങ്കു മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ശംബാല. 5 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ആഹ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 22 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസാണ് ദൽദൽ. ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സീരീസാണ് ദൽദൽ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജനുവരി 30 ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സീരീസാണ് എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ്. ഒരു ഫാന്റസി ഡ്രാമ സീരീസാണ് എ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. ഒരു അഡ്വഞ്ചർ സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ സീസൺ 2. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 10 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹിം. ജസ്റ്റിൻ ടിപ്പിംഗ് രചനയും സംവിധാനം നിർവഹിച്ചൊരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഹിം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.